നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഏത് നിസ്കരിക്കുന്നവർക്ക്? കള്ളാക്കണവർക്ക്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ കള്ളാക്കുകയാണ്. അപ്പോൾ അസറാൻ കൊടുത്തിട്ട് വന്നിട്ട് ലോറും അസർമാടെ നിസ്കരിച്ച് പോകും. ആ നിസ്കാരം നരകത്തേക്കുള്ളതാണ്. അല്ലെങ്കിൽ സുബഹി 8 മണിക്കാണ് നീച്ച അപ്പം നിസ്കരിച്ചു, നിസ്കരിച്ചിട്ട് വേറെ പരിപാടിയൊക്കെ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ചില മുത്തക്കിങ്ങളെ പറ്റിയൊക്കെ അങ്ങനെയാണ് പറയല്. അഭിമാനത്തോടെ ഉസ്താദ് അവൻ നീച്ചാൽ എന്തായാലും ആദ്യമായിട്ട് നിസ്കരിക്കലോ, വേറെ പണിയൊന്നുമില്ല. എപ്പോഴാണ് നീച്ചാൽ 8 മണിക്ക്. ആ നിസ്കാരം എടുക്കുള്ളതാണ് നരകത്തേക്കുള്ളതെന്ന് എവിടെ പറഞ്ഞു ഖുർആനാ പറയണേ. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുള്ളത് തന്നെയാണ് ആ നരകം. അല്ലദീനവും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തിന് ശ്രദ്ധ കൊടുക്കൂല, തോന്നുമ്പോൾ ശല്യമാണ്. കണ്ടാണ് നിങ്ങൾ നിസ്കരിച്ച ആളുകൾക്ക് ഇതുണ്ട്, നരകമുണ്ട്. ഇനി കച്ചവടക്കാർക്കൊക്കെ നരകമുണ്ടെന്ന് അറിയണ്ടല്ലോ. ഫവൈലുൽ മുത്തഫിഫീൻ, ഒരു സൂറത്തിൻ്റെ പേരാണ് മുത്തഫിഫീൻ. അളത്തത്തിലും തൂക്കത്തിലൊക്കെ കൃത്രിമം നടത്തുന്ന ആളുകൾ എന്നാണ് മുഅ്മിനീങ്ങളെ. തൂക്കത്തിലും അളത്തത്തിലും കൃത്രിമം കാട്ടുന്ന കച്ചവടക്കാർക്ക് നരകമാണ്. ജനങ്ങളിൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ നല്ല ഉഷാറായിട്ട് അളക്കും. വൈദാ കാലുഹും ഔ വസനുഹും, ആളുകൾക്ക് അങ്ങോട്ട് അളന്ന് കൊടുക്കുകയോ തൂക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ യുഹ്സിറൂൻ, ചുരുക്കും, കൃത്രിമം കാട്ടും. 1 കിലോ വാങ്ങിയോ പെരിയ പോയി തൂക്കി നോക്കിയാൽ 900 ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നല്ല നല്ല സാധനം ഇങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കൊട്ടയിലിങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോയിട്ട് ആ മുകളിലത്തെ കണ്ടാണ് വാങ്ങും, എടുക്കലടിയെന്നാണ്. നമ്മൾ പോയി നോക്കുമ്പോൾ വാങ്ങിയ സാധനം എല്ലാം തോന്നിപ്പോ അല്ലേ? ഇങ്ങനത്തെ കച്ചവടക്കാരില്ലേ?